വറുത്തരച്ചൊരു നല്ലൊരു വഴുതനങ്ങ കറിയാണിത്. ഉപ്പും പുളിയും എരിവും എല്ലാം നല്ല ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു നല്ലൊരു ഒഴിച്ച കറി. ഇതാ ഓവറായിട്ട് വെന്ത് കൊഴിയാത്ത ഈ വഴുതനങ്ങ ചോറിനകത്ത് ഇങ്ങനെ ഞെരടി കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. എങ്ങനെ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഇതാ ഞാനിവിടെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. ഒരല്പം എണ്ണ ഒഴിക്കുക. ഇനി കുറച്ച് ഐറ്റംസ് വറുത്തെടുക്കാനായിട്ടുണ്ട്. 2 സ്പൂൺ മല്ലിയാണ് ചേർക്കുന്നത്. ഇത് കടലപ്പരിപ്പാണ്, 1 സ്പൂൺ മാത്രം. ഇനി ഇതാ കുരുമുളകാണ്, ഏകദേശം 20-25 കാണുമായിരിക്കും. ഇനി ഇതാ ഈ അളവിൽ ഉലുവ, ഇനി ഒരല്പം ജീരകം, ഇനി കുറച്ച് വറ്റൽമുളകാണ്. ഞാനിവിടെ 6 എടുത്തിട്ടുണ്ട്. ഇതിൽ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല, എരിവിനനുസരിച്ച് വറ്റൽമുളക് ചേർക്കുക. ഞാനിവിടെ എരിവുള്ള 3 വറ്റൽമുളകും 3 കാശ്മീരിയാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇത് ചെറു തീയിലിട്ട് ഒന്ന് വറുത്തെടുക്കണം. ഇനി ആ മല്ലിയൊക്കെ ചെറുതായിട്ടൊന്ന് മൂത്ത് വരാൻ തുടങ്ങിയതിന് ശേഷം വേണം ഒരൈറ്റം കൂടി ചേർക്കാനായിട്ട്. ചെറു തീയിലിട്ടുകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതാ മല്ലിയൊക്കെ ചെറുതായിട്ടൊന്ന് മൂത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി തേങ്ങ ചേർക്കുക, 1 തവി മാത്രം ചേർക്കുക. ഇനി ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും ചേർക്കാം. ഇനി ആ തേങ്ങയുടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് വറുത്തെടുക്കണം. സാധാരണ തീയൽ പോലെ തേങ്ങ ഒരുപാട് അങ്ങ് ബ്രൗൺ ആക്കി എടുക്കേണ്ട ആവശ്യമില്ല. ആ തേങ്ങയുടെ വെള്ളമയം ഒന്ന് വറ്റി കിട്ടിയാൽ മാത്രം മതി. വീണ്ടും ചെറു തീയിൽ തന്നെ വേണം വറുത്തെടുക്കാനായിട്ട്. ഞാനിവിടെ ഒരു 1/4 കിലോ വഴുതനങ്ങയുടെ അളവാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഒരുപാട് അങ്ങ് തിക്കുമല്ല, ഒരുപാട് ലൂസും ആകാത്ത ഒരളവാണ്. തേങ്ങയൊക്കെ പാകത്തിനൊന്ന് വറുത്ത് വന്നിട്ടുണ്ട്, ബ്രൗൺ ആയിട്ടില്ല. ഇതിന് വേറൊരു പാത്രത്തിലോട്ട് കോരി മാറ്റി വയ്ക്കണം. നന്നായിട്ട് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് വെള്ളം ഒഴിക്കാതെ തന്നെ ആദ്യമേ ഒന്ന് പൊടിച്ചെടുക്കുക. എത്രയും പൊടിയാവുന്നോ അത്രയും പൊടിച്ചെടുക്കുക. അതിനുശേഷം അരയാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ച് മാറ്റി വയ്ക്കണം. വീണ്ടും അതേ ചട്ടി തന്നെ വെച്ചിട്ടുണ്ട്. കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയോ ഏതെണ്ണ വേണേലും ഒഴിക്കാം. കുറച്ച് കടുക് ഇട്ടിട്ടുണ്ട്. ഇതാ കടുക് ഒന്ന് പൊട്ടി വന്നതിന് ശേഷം കുറച്ച് വറ്റൽമുളകും കുറച്ചേറെ കറിവേപ്പിലയും ചേർക്കുക. ഇനി ഇതിൽ വെളുത്തുള്ളി ചേർക്കാം. ഒരു 10-12 വെളുത്തുള്ളി ചേർക്കാം. കൂടെ തന്നെ ഒരു സവാള അരിഞ്ഞ് ചേർക്കാം. ഒരു വലിയൊരു സവാളയാണ്, കനം കുറഞ്ഞ് അരിഞ്ഞ് ചേർക്കുക. ഇനി സവാള നല്ലവണ്ണം വഴറ്റിയെടുക്കണം. ഉപ്പ് ചേർത്ത് വേണേ ഇളക്കി വഴറ്റാം. ഞാനിവിടെ ഉപ്പൊന്നും ചേർക്കുന്നില്ല. ചെറു തീയിലോട്ടിട്ടിട്ട് മൂടി വയ്ക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാകുമ്പോഴും പെട്ടെന്ന് വഴന്ന് കിട്ടും. ഇടയ്ക്കൊന്ന് തുറന്ന് ഒരു പ്രാവശ്യം ഒന്ന് ഇളക്കി ഒന്നുകൂടെ ഒന്ന് മൂടി വെച്ചാൽ മതിയാകും. ഇപ്പം നല്ലവണ്ണം വഴന്ന് വന്നിട്ടുണ്ട്. ഇതിൽ പകുതി ചെറുള്ളിയും പകുതി സവാളയും വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. ഇനി ഇതിൽ ചേർക്കുന്നത് വഴുതനങ്ങയാണ്. ഒരു 1/4 കിലോ വഴുതനങ്ങയുണ്ട്. പിഞ്ചായിട്ടുള്ള എളുപ്പമായിട്ടുള്ള വഴുതനങ്ങ എടുക്കാനായിട്ട് നോക്കണം. ഇത് ചെറിയ വഴുതനങ്ങയാണ്, 4ആയിട്ടാണ് കട്ട് ചെയ്തത്. ഒരല്പം മഞ്ഞൾപ്പൊടിയൂടെ ചേർക്കാം. കട്ട് ചെയ്തതിന് ശേഷം അല്പം ഉപ്പ് വെള്ളത്തിലിട്ടിട്ട് നല്ലവണ്ണം ഒന്ന് ഉലച്ച് കഴുകിയാണ് എടുത്തിട്ടുള്ളത്. ഇനി തീ ഒന്ന് അല്പം കൂട്ടി കൊടുത്തുകൊണ്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഒരല്പം ഒന്ന് വാടിക്കിട്ടണം. ആ വയലറ്റ് കളറൊക്കെ ഒന്ന് മാറും, അതുവരെ വഴറ്റിയെടുക്കണം. ഈ ഒരു കറി ചെയ്യാനായിട്ട് വയലറ്റ് വഴുതനങ്ങ എടുക്കാനായിട്ട് നോക്കണം. പ്രത്യേകിച്ച് ഉണ്ട വഴുതനങ്ങയാണെങ്കിൽ ടേസ്റ്റ് കൂടുതലായിരിക്കും. മറ്റ് വഴുതനങ്ങയിലൊന്നും ഈ കറി പറ്റത്തില്ലെന്നല്ല, ടേസ്റ്റ് ഇതിനായിരിക്കും കൂടുതൽ. എല്ലാ പീസിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ വറുത്ത് വെച്ചിരിക്കുന്ന ഐറ്റംസ് എല്ലാം നല്ലവണ്ണം അരച്ചത് ചേർക്കാം. ഇനി മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് അതുകൂടെ ഒഴിക്കാം. ഇനി ഉപ്പ് ചേർക്കാം.
ഇനി ഒരു ചെറിയൊരു കഷ്ണം പുളിയാണ്, വാളൻ പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടി ചേർക്കാം. ഇനി കുറച്ചുകൂടി വെള്ളം കൂടെ ചേർക്കണം. കുറച്ച് നീട്ടി ചെയ്തെടുക്കണം. നല്ലവണ്ണം ഇത് തിളച്ച് കുറച്ച് വറ്റി വരണം. നന്നായിട്ട് മിക്സ് ചെയ്ത് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. ഇനി ഇത് മൂടി വയ്ക്കുക. തീ അല്പം കൂട്ടി കൊടുത്തുകൊണ്ട് നല്ലവണ്ണം ഒന്ന് വെട്ടിത്തിളക്കട്ടെ. വെട്ടിത്തിളയ്ക്കാൻ തുടങ്ങിയതിന് ശേഷം തീ അല്പം ഒന്ന് കുറച്ച് കൊടുക്കുക. മൂടി തന്നെ വയ്ക്കുക. ഏകദേശം ഒരു 5 മിനിറ്റോളം ആയിട്ടുണ്ട്. ഒരല്പം വറ്റിയിട്ടുണ്ട്. ഇതുപോലെ അല്പം ഒന്ന് വറ്റിയതിന് ശേഷം ശർക്കരപ്പൊടിയാണ് ചേർക്കുന്നത്. ഒരു 3/4 സ്പൂണോളം ചേർക്കണം. ഇത് സ്കിപ്പ് ചെയ്യരുത്, അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ബാലൻസ് ആവുന്നത്. ഇനി ഇത് വീണ്ടും ഒരു 3-4 മിനിറ്റ് കൂടി ചെറു തീയിലിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. മല്ലിയുടെ ടേസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീണ്ടും ഒരു 2 മിനിറ്റോളം ഒന്ന് ചെറു തീയിലിട്ട് ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചെടുക്കേണ്ടി വരും. പിന്നെ ഈ വഴുതനങ്ങയൊക്കെ നല്ലവണ്ണം വെന്തിരിക്കുകയാണ്. വെന്തോന്നൊന്ന് ചെക്ക് ചെയ്യുക. ഇത് പുളിവെള്ളത്തിൽ തിളയ്ക്കുന്നത് കാരണം വെന്തിങ്ങനെ കുഴഞ്ഞു പോകത്തില്ല, നല്ല സോഫ്റ്റായിട്ട് വെന്തിരിക്കുകയാണ്. ഒരുപാട് അങ്ങ് തിക്കാക്കി എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. നല്ലത് ഈ ഒരു പരുവത്തിൽ എടുക്കുന്നതാണ്. ആറിയതിന് ശേഷം ഒന്നുകൂടി കുറുകും. ഇത് അരപ്പ് ചേർക്കുന്ന സമയത്ത് കുറച്ചേറെ വെള്ളം ഒഴിച്ചിട്ട് വേണം തിളപ്പിച്ചെടുക്കാനായിട്ട്. അപ്പോൾ നന്നായിട്ട് തിളച്ച് അത് വറ്റി വരുമ്പോഴത്തേന് ആ മല്ലിയുടെ ടേസ്റ്റ് ഒക്കെ മാറി പാകത്തിനാകുകയും ചെയ്യും. ഇതിപ്പം പാകത്തിനായിട്ടുണ്ട്. ഇതേ ചട്ടിയിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ അറിയാമല്ലോ, കുറുകി വരും. വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കണം. ഈ കറി നല്ലവണ്ണം ആറിയതിന് ശേഷമാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂടുതലായിട്ട് നമുക്കറിയുന്നത്. നൈറ്റൊക്കെ വെച്ചിട്ട് പിറ്റേ ദിവസം തന്നെ ഉപയോഗിക്കുമ്പോൾ ഒന്നുകൂടി ഇതിൻ്റെ ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ടച്ച് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാനും മറന്നു പോകല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണിലെ ഓൾ ഓപ്ഷൻ ഒന്ന് ടിക്കാക്കി ഇടാനും മറക്കരുത്. ഒരുപാട് സ്നേഹത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്.